ധന്യമേ ജീവിതത്തിൽ ഇന്ന് ഒരു ആശയം വ്യക്തമാക്കാൻ വേണ്ടി ഞാനൊരു കഥ ഉണ്ടാക്കി പറയുന്നതാണ്. മിക്കവാറും കഥകൾ ഉണ്ടാക്കി പറയുന്നതാണ്. ചിലർ ചോദിക്കുന്നത് എവിടെയാ അതിന്റെ മൂലം എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊന്നുമില്ല. ഒരു ഗുരുവിന്റെ ഉപദേശമനുസരിച്ച് അതിമനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ശില്പി ഉണ്ടായിരുന്നു. ശില്പി പുറത്തേക്കൊന്നും പോയില്ല. ശില്പിയുടെ ആ ശില്പശാലയുടെ അടുത്ത് കൂടെ ആരും വരൂല്ല. ഒറ്റയ്ക്ക് ഇരുന്ന് ശില്പങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന്റെ താമസസ്ഥലത്ത് മുഴുവൻ എവിടെ നോക്കിയാലും ശില്പങ്ങളാണ്. അധികവും മനുഷ്യന്റെ ശില്പങ്ങളാണ്. ചെറുപ്പക്കാരൻ, വൃദ്ധൻ, അമ്മയും കുഞ്ഞും, യുവതി ഒക്കെ ശില്പം. അങ്ങനെ ഈ ശില്പങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു ശില്പി ശില്പങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. നമ്മളങ്ങനെ സംസാരിക്കാറുണ്ടല്ലോ പലവരോടുമൊക്കെ. എല്ലാവരും സംസാരിക്കാറുണ്ട്. മൂകാംബിയില് ഒരു തവണ പോയപ്പോ അവിടുത്തെ കാർത്യായനി അമ്മ എന്നൊരു സ്ത്രീ ആദ്യം ഗുഹയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ദേവസ്വത്തെ സൗകര്യം ഉണ്ടായിട്ട് വീട് പണിത് കൊടുത്തപ്പോ ഞാൻ കയറി ചെല്ലുമ്പോ അവിടുന്ന് ഭയങ്കര വർത്താനം. ഞാൻ വിചാരിച്ചു ആരോടാ ദേഷ്യപ്പെടുന്നത്. നീ എന്താ കണ്ടിരിക്കണത്? നീ മഴക്കാലം വരാൻ പോവാണ്, അപ്പോഴേക്കും പറകുണ്ടാവുമോ എന്ന് ചീത്ത വിളിക്കുക. ദേഷ്യപ്പെട്ടു. എന്നെ കണ്ടു, മുഖം ഒന്ന് പ്രസാദാത്മകമായി. ആരെയാ പറയണത്? നോക്കുമ്പോ മൂകാംബിയമ്മയെ പറ്റിയാ പറഞ്ഞത്. മൂകാംബിയമ്മയാണ് രാവിലെ ചീത്ത പറഞ്ഞത്. എന്താ അമ്മ കെട്ടണ്? ഇങ്ങനെ പോയാ മതിയോ? ഇനിയിപ്പോ മഴ വരികയല്ലേ. എനിക്കത് ഇഷ്ടായി. എന്താ പോണ്ട് കുഴപ്പം? നമുക്ക് പറഞ്ഞൂടെ? സൃഷ്ടികർത്താവിനോട് പറഞ്ഞതിൽ എന്താ തെറ്റ്? ചോറ്റാനിക്കര നിൽക്കുമ്പോ ഒരു സ്ത്രീ വന്നിട്ട് എന്തിനാ അമ്മ എന്തെങ്കിലും ഇട്ട് കഷ്ടപ്പെടുന്നത്? മാനസിക പ്രശ്നം വന്നായിരിക്കും. നമ്മൾ അമ്മയോട് പറയില്ലേ? പരാശക്തിയോട് പറഞ്ഞാൽ എന്താ തെറ്റ്? മുട്ടുവേദന ഉണ്ട്. എന്തിനീ മുട്ടുവേദന എന്നൊരു ബുദ്ധിമുട്ടിരിക്കണം അമ്മയെ ചോദിക്കാലോ. എന്തെങ്കിലും അമ്മ വഴി കണ്ടു കാണുമല്ലോ. ശില്പി വർത്താനം പറയുമ്പോൾ, ശില്പങ്ങളെ കാണുമ്പോ പ്രയാസങ്ങളല്ല പറയും. ഞാൻ ആരാ മോന്നറിയോ? ഭയങ്കരന. നിങ്ങളുടെയൊക്കെ വിചാരം ഉണ്ടാവും ഞാനൊരു രണ്ടാം തരക്കാരനാണ്. രണ്ടാം തരക്കാരനൊന്നല്ല. പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. മറ്റേ ശില്പത്തിനോട് പറയും. പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ കേമത്തങ്ങട് പറയും ഓരോരുത്തരെ വിളിച്ചു. അടുത്ത ശില്പത്തിന്റെ അടുത്ത് വരും. ഈ ഷർട്ട് എന്താണ് വിചാരം? ഈ വിചാരിച്ചിരിക്കുന്നത് സാധാരണ ഷർട്ടാണ്. ഇങ്ങനത്തെ ഷർട്ട് ആകെ 2 ഷർട്ടേ ഉള്ളൂ. ഒന്ന് ഇന്ന രാജ്യത്തെ പ്രസിഡന്റിന്, അത് തുന്നിക്കുമ്പോ ഏതായാലും ശരി 2 അദ്ദേഹം തുന്നിച്ചു, മറ്റേത് എനിക്ക് സമ്മാനിച്ചു. ഇങ്ങനത്തെ കുറെ തുണിയൊന്നുമില്ല. അത്ര കേമമാണ് ഷർട്ട്. അപ്പുറത്തെ ശില്പത്തിന്റെ അടുത്ത് വരും. എന്റെ ചെരുപ്പ് കണ്ടോ? ഈ ചെരുപ്പ് എന്താണ് വിചാരം? ഇന്ന ജീവിയെ കൊന്ന് അതിന്റെ തോലെടുത്തിട്ട് ഉണ്ടാക്കുന്നു. ക്രൂരമായ രീതിയിൽ ജീവജാലങ്ങളെ ദ്രോഹിച്ച് അതിന്റെ തോലുകൊണ്ട് തൊപ്പി അണിയുന്ന സ്വഭാവം പലർക്കും ഉണ്ട്. വളരെ കോസ്റ്റ്ലിയാണ്.
അതേതാ ജീവിയൊന്നും ഞാൻ പറയുന്നില്ല. ധന്യമേ ജീവിതം അതിന് പബ്ലിസിറ്റി കൊടുത്തിട്ട് അത് ആലോചിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ആ ക്രൂരത ഒന്നും പറയുന്നില്ല. ശില്പി ഒറ്റയ്ക്ക് നിന്നിട്ട് ഓരോരുത്തരുടെ മുമ്പിലും പ്രമാണി ആവും. അങ്ങനെ എനിക്ക് ഗുരു വന്നു. അപ്പൊ ഈ വർത്തമാനമൊക്കെ കേട്ടിട്ടാ ഗുരു വരുന്നത്. ഗുരു വന്നിരുന്നു. ഗുരു പറഞ്ഞു, ഞാൻ പടി കയറി വരുമ്പോഴേക്കും ഇവിടുന്ന് വർത്തമാനം കേട്ടല്ലോ. അതെ, ഞാൻ ഇവരോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ. എന്റെ ഗുരുവിനെ പറ്റി ഞാൻ പറഞ്ഞു കൊടുത്തു. നിസ്സാരക്കാരനല്ല ഗുരു. നിനക്ക് പറയാൻ ഇവരെ കിട്ടിയുള്ളൂ. ഈ ശില്പങ്ങളെ പറ്റിയാ പറഞ്ഞു. ഞാൻ വേറെ ആരോടാ പറയേ? എന്റെ ശില്പങ്ങളോടല്ലാതെ. ആ കഥ ഉടക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം ഒരു ശില്പിയാണ്. മാലോകർ എന്ന് നമ്മൾ ആരെയെ വിളിക്കണം? യൂഗോസ്ലാവാക്യയിലുള്ള ആളുകള്. പി ആർ നായർ മാലോകർ എന്ന് പറഞ്ഞ ആരാ? അമേരിക്കയിലുള്ളവരാ? ഈ ധന്യമേ ജീവിതം കേൾക്കുന്നവര് ഇതല്ലേ മാലോകര്? അല്ല, ആ കേൾക്കുന്ന പലവരും ഞാൻ കണ്ടിട്ടില്ലെങ്കിലോ? പിന്നെ ആരാ? ഈ മാങ്കാവിൽ താമസിക്കുമ്പോഴും ഞാൻ നടന്നു പോകുമ്പോഴും അല്ലേ പീഡിയക്കാരൻ ബാലേട്ടൻ പച്ചക്കറി വാങ്ങുന്നു, ബാലേട്ടൻ കിടന്നു. എന്റെ മാലോകർ അവരല്ലേ? ഒരു കല്യാണം വന്നാൽ മാലോകർക്കല്ലേ ഞാൻ ഇൻവിറ്റേഷൻ കൊടുക്കുക? ഉഗാണ്ടയിലെ പ്രധാനമന്ത്രിക്ക് ഞാൻ ഇൻവിറ്റേഷൻ ഒന്നും അയക്കില്ല. എനിക്കറിയില്ല, ആ സ്ഥലം എവിടെയൊന്നും അറിയില്ല. എന്റെ മാലോകർക്ക് നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ മാലോകരുടെ ഇടയിലാണ്. സംശയിക്കണ്ട. ഇത് കേൾക്കുന്നവരെല്ലാവരും ജീവിക്കുന്നത് ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. ഭൂമിയിലത്തെ എല്ലാ രാജ്യങ്ങളിലും പേരറിയോ? ഭൂമിയിൽ എത്ര രാജ്യമുണ്ട്? പേരറിയും. ഒരാൾ പറഞ്ഞു യൂറോപ്പ് പോയി 28 രാജ്യം സന്ദർശിച്ചാ വരുന്നത്. ഒരു 4 പേര് പറയാൻ പറഞ്ഞപ്പോ അറിയില്ല. അത് പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡയറിയിലുണ്ട്. 10 കിലോമീറ്റർ കാറിൽ പോകുമ്പോഴേക്കും വേറെ രാജ്യമായി. അതൊക്കെ നമുക്കറിയാം. എല്ലാവരും ജീവിക്കുന്നത് മാലോകർ എന്ന് പറയുന്നത് അവരുണ്ടാക്കിയ ശില്പങ്ങളാണ്. മാലോകരാരാ? മാലോകര് ഇന്ന വ്യക്തി, അയൽവാസി, കൂടെ പഠിച്ച ഇന്ന ആൾ ഇവിടെ താമസിക്കുന്നുണ്ട്. നാം ഉണ്ടാക്കിയ ശില്പങ്ങളാണ് ഈ മാലോകര്. ദൂരത്തുള്ളവരല്ല, ഏതോ രാജ്യത്തുള്ളവരല്ല. അവരുടെ മുമ്പിൽ പ്രമാണിയാവാനല്ലേ നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ. വീട് വെച്ചപ്പോ ഉയരം പോരാ, കുറച്ചുകൂടി മുകളിലേക്ക് കിട്ടി. അവിടെ വരാന്ത പോലൊരു സ്ഥലം. അവിടുന്ന് നോക്കിയാൽ അകലെ വരെ കാണാം, ഞാൻ ഇരിക്കുന്നതും കാണാം. ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള കസേര ചൂരൽ കൊണ്ടുണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടിട്ടു. ഈ കൊണ്ടിടലേ ഉള്ളൂ, അവിടെ ഇരിക്കലൊന്നുമില്ല. ഈ ശില്പി ചെയ്ത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ശില്പി ഉണ്ടാക്കിയ പ്രതിമയോട് ശില്പി സംസാരിച്ച പോലെ ഞാൻ ഉണ്ടാക്കിയതാണ് എന്റെ പരിചയക്കാരൻ. ഇവരെ ആരാ ഉണ്ടാക്കിയത്? ഞാൻ ഉണ്ടാക്കി. അവരുടെ മുമ്പിൽ ഞാൻ ഉണ്ടാക്കിയത് പരിചയക്കാരുടെ മുമ്പിൽ എന്തിനാ ഷൈൻ ചെയ്യും? ആരെ കാണാനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ആരാണ് ഈ മാലോകര്? ശ്രീകൃഷ്ണൻ ജനിച്ച ഉടനെ പറഞ്ഞു, ഈ കാരാഗ്രഹത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കുക. അതിന്റെ അർത്ഥം എല്ലാവരും ജീവിക്കുന്നതും അവർ നിർമ്മിച്ച മാലോകരുടെ മുമ്പിലാണ്. അവരെ പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഈ ഭൂമിയിലില്ലല്ലോ. അയ്യോ എനിക്ക് നാണക്കേടായല്ലോ എന്ന് പറഞ്ഞത് ആരെ ഉദ്ദേശിച്ച?
വാഷിംഗ്ടണിലുള്ള ആളുകളെ ഉദ്ദേശിച്ചാണോ എനിക്ക് നാണക്കേടായി മാനക്കേടായി നിങ്ങൾ സൃഷ്ടിച്ച കുറച്ച് ആളുകൾ ഇവിടെ ഓരോരുത്തർ അവരെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അത്ഭുതം തോന്നി. എനിക്ക് അങ്ങോട്ട് മാനക്കേടായി. അവര് മാനക്കേടായി എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കിയായിരുന്ന മൂന്നാലാള്, അവരുടെ ജോലി സ്ഥലത്തുള്ള ഒരു നാലാള്. ഇതാണ് നമ്മുടെ മാലോകര്. ഈ ശില്പി ചെയ്ത വിഡിത്തം തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന എല്ലാവരും ചെയ്യുന്നത്. ചിലവരുടെ മാലോകര് വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ അയൽവാസി തന്നെ ആയിക്കൊള്ളണം എന്നില്ല. അവരുടെ സ്റ്റാറ്റസിനനുസരിച്ച് വലിയ വലിയ കേന്ദ്രങ്ങളിലൊക്കെ അവര് സാധനം ഉണ്ടാവും. അപ്പോഴും ഇത് തന്നെ കാര്യം. ഗുരു വിചാരിച്ചു ഒരു ശില്പി താൻ ഉണ്ടാക്കിയ ശില്പങ്ങളുടെ മുമ്പിൽ പോസ് കാണിക്കും മാതിരി ലോകത്തെല്ലായിടത്തും നടക്കുന്നത് കുറച്ച് മാലോകരെ ഉണ്ടാക്കി അവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി നടക്കുകയല്ലേ എന്നൊരു വിഷയം ചിന്തയ്ക്ക് വിട്ട്. അന്യമയ ജീവിതത്തിൽ ശ്രോതാക്കൾക്ക് ഇനിയൊന്ന് ചിന്തിക്കണം. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നോക്കാം.